ഗാസ മുനമ്പ് ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ എങ്ങനെ മാറുമെന്ന് ചിത്രീകരിക്കുന്ന AI വീഡിയോ പങ്കുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങളാണ് പ്രഖ്യാപനത്തിന് പിന്നിലെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ട്രംപ് ഗാസ എന്ന ആലേഖനം വീഡിയോയിൽ പലയിടത്തായി കാണാം. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രംപ് സോഷ്യലിലാണ് വീഡിയോ പങ്കുവച്ചത്. പടുകൂറ്റൻ കെട്ടിടങ്ങളും ആകാശത്തുനിന്ന് ഡോളർ പെയ്തിറങ്ങുന്നതും വീഡിയോയിലുണ്ട്. തിരക്കേറിയ മാർക്കറ്റുകൾ, സ്ട്രിപ്പ് ക്ലബ്ബുകൾ, ബീച്ച് എന്നിവയും ട്രംപിന്റെ ഗാസയിലുണ്ട്. ഈന്തപ്പനകൾക്കു ചുറ്റുമായി ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണകായ പ്രതിമയാണ് വീഡിയോയിലെ മറ്റൊരാകർഷണം. ട്രംപിന്റെ ഉറ്റ ചങ്ങാതി ഇലോൺ മസ്ക്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരും വീഡിയോയിലുണ്ട്. 33 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആരംഭിക്കുന്നത് നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിക്കുന്ന AI ദൃശ്യങ്ങളിലൂടെയാണ്. വാട്ട്സ് നെക്സ്റ്റ് എന്ന ചോദ്യത്തോടെയാണ് പുതിയ ഗാസയെ കാണിക്കുന്നത്. ട്രംപിന്റെ ചിത്രമുള്ള സ്വർണ്ണ ബലൂൺ പിടിച്ചു നടക്കുന്ന കുട്ടിയും തിരക്കേറിയ മാർക്കറ്റിലൂടെ കടന്നുപോകുന്ന ആളുകളും വാഹനങ്ങളും നഗരമധ്യത്തിൽ ട്രംപ് ഗാസ എന്ന ബോർഡുള്ള വലിയ കെട്ടിടങ്ങളും വീഡിയോയിലുണ്ട്. ട്രംപിന്റെ മിനിയേച്ചറുകൾ സുവനീറുകളായി വിൽക്കുന്ന ഒരു കടയും വീഡിയോയിലുണ്ട്. US താൽപര്യങ്ങൾക്കപ്പുറം ട്രംപിന്റെ ബിസിനസ് താൽപര്യങ്ങളാണ് വീഡിയോയിൽ പ്രകടമാകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ബീച്ചിൽ ജ്യൂസ് കഴിച്ചിരിക്കുന്ന ട്രംപിന്റെ ദൃശ്യമാണ് വീഡിയോയുടെ അവസാന ഭാഗത്തുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗാസയെ US ഏറ്റെടുക്കും. ഗാസയിലെ ബോംബും ആയുധങ്ങളും നീക്കം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം ഞങ്ങളുടേതാകും. സ്ഥലം നിരപ്പാക്കി പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഒഴിവാക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. മേഖലയിലുണ്ടാകുന്ന സാമ്പത്തിക വികസനം ധാരാളം പാർപ്പിടങ്ങളും ജോലികളും മേഖലയിലെ ജനങ്ങൾക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഗാസയിൽ താമസിക്കുന്ന 2 ദശലക്ഷത്തോളം വരുന്ന പാലസ്തീനികൾ പ്രദേശം വിടണമെന്നും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഗാസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ നേരത്തെ തന്നെ അറബ് രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും എതിർത്തിരുന്നു.